بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم ونفس وما سواها فألهمها فجورها وتقواها من സഹോദരന്മാരെ സഹോദരികളെ ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സദീസ് ചർച്ചക്കെടുത്ത വിഷയം ഇപ്പോൾ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിൽ വിട്ടുകടന്നുകൊണ്ടിരിക്കുന്ന ഈ പരീക്ഷണത്തോടുള്ള വിടവാങ്ങൽ അള്ളാഹുവിൻ്റെ വിധി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് സാധിക്കും എങ്കിലും നമ്മുടെ പരിശ്രമം കൊണ്ട് കഴിവിൻ്റെ പരമാവധി നാം ആ രോഗത്തോട് അല്ലെങ്കിൽ ആ അന്തരീക്ഷത്തോട് എങ്ങനെയാണ് ഒത്തുപോകേണ്ടത്, അതുമായി എങ്ങനെയാണ് നാം കലരേണ്ടത്, അല്ലെങ്കിൽ അതുമായി എങ്ങനെയാണ് നാം പെരുമാറേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അഥവാ രോഗം മുഴുവനായി മാറുന്നത് വരെ കാത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ മസാലഹകളൊക്കെ നിശ്ചലമായി പോകും. നമുക്ക് പള്ളിയിൽ നമസ്കരിക്കാൻ പറ്റുകയില്ല, നമുക്ക് കടയിൽ പോകാൻ പറ്റുകയില്ല, നമുക്ക് ബിസിനസ് നടത്താൻ പറ്റുകയില്ല. എപ്പോഴാണിത് നമ്മളോട് വിട വാങ്ങുക എന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് ഇതിനെ, ഈ മുസീബത്തിനെ അല്ലെങ്കിൽ ഈ ബലാഇനെ അല്ലെങ്കിൽ ഈ പരീക്ഷണത്തെ ഉയർത്തുന്നത് വരേക്കും നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ അതിനോട് ഈ കഴിഞ്ഞ 3-4 മാസങ്ങളിൽ നാം ഇടപെട്ട രൂപത്തിൽ നിന്നിട്ട് പഠിച്ചതായ ആ ശൈലിയിലൂടെ നാം അതിനോട് ഒത്തുപോകാൻ വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് മക്ക ഇമാം ചർച്ച ചെയ്തത്. ഈ രോഗത്തോട് നാം വിടവാങ്ങാത്ത കാലത്തോളം, ആ പരീക്ഷണം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന കാലത്തോളം നാം അതുമായിട്ട് പെരുമാറേണ്ടതായ രൂപം അത് നാം സൂക്ഷ്മത പാലിക്കുക എന്നതാണ്. ആ സൂക്ഷ്മത പാലിക്കുമ്പോൾ നാം വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ വധിക്കരുത് എന്ന അല്ലാഹുവിന്റെ കൽപ്പനയും, വലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ അപകടത്തിലേക്ക് വലിച്ചെറിയരുത് എന്നതായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിന്റെ കൽപ്പനയുമെല്ലാം മുമ്പിൽ വെച്ചിട്ടായിരിക്കണം ഈ രോഗത്തോട്, ഈ യുഗത്തോട് നാം പെരുമാറേണ്ടത് എന്നതാണ് മക്ക ഇമാം ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിലൂടെയും ഏത് കാലഘട്ടത്തിലും ഏത് പ്രയാസങ്ങളും വരുന്ന സന്ദർഭത്തിൽ അവകളോട് ഏത് രൂപത്തിലാണ് നാം പെരുമാറേണ്ടത്, അവകളെ നാം ഏത് രൂപത്തിലാണ് കൈയാളേണ്ടത് എന്നതൊക്കെ ഖുർആനും സുന്നത്തും നമുക്ക് ഓരോ കാലഘട്ടത്തിന് വേണ്ടി പഠിപ്പിച്ചു തന്ന ശൈലിയുണ്ട്. അത് നമുക്ക് അള്ളാഹു ചെയ്തു തന്ന വിശാലമായ അനുഗ്രഹമാണ്. കാരണം നമ്മുടെ മതം പരിപൂർണ മതമാണ് എന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യുഗം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ, ഒരു പരീക്ഷണം വിട്ടുകിടക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് അത്തരം കാര്യങ്ങളിൽ എന്നത് നോക്കാൻ നമ്മുടെ മുമ്പിൽ വിധികളുണ്ട്. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്താണെന്ന് നോക്കാൻ നമ്മുടെ മുമ്പിൽ ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഹജ്ജിന് വേണ്ടി വന്നതായ സന്ദർഭത്തിൽ ഹജ്ജത്തുൽ വദാഇൽ അറഫയിലും മിനയിലും മറ്റും സംസാരിച്ചപ്പോൾ ഇന്ന ദിമാഅക്കും അംവാലക്കും അഅറാദക്കും അലൈക്കും ഹറാം, നിങ്ങളുടെ ദമ് നിങ്ങൾക്ക് ഹറാമാണ് എന്നും നിങ്ങളുടെ അറാദ് അഭിമാനത്തെ നിങ്ങൾ സംരക്ഷിക്കണമെന്നും നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കണമെന്നും ഈ ഇസ്ലാം നമ്മോട് ശാസിച്ചതായ ആ പ്രധാനപ്പെട്ട ബാധ്യതകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല എന്ന കൽപ്പനകൾ ഹദീസിൽ ധാരാളം പരന്നു കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കൽപ്പനകൾക്കെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. നാം ഇങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ കുട്ടികളുമായി, കുടുംബവുമായി പട്ടണത്തിലിറങ്ങുമ്പോൾ, കറങ്ങുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, എവിടെ ചെല്ലുമ്പോഴും. കാരണം അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്ന നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. നമ്മുടെ സമ്പത്തിനെ കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും സന്താനത്തെക്കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കും. അവരുടെ കാര്യത്തിൽ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നതാണ് മക്ക ഇമാം ഉണർത്തിയത്. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലും നിങ്ങളുടെ
കുടുംബക്കാരുടെ കാര്യത്തിലും സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മക്കളെ അല്ലെങ്കിൽ കുട്ടികളെ, 15 വയസ്സിന് താഴെയുള്ളവരെ, അതുപോലെ വയസ്സും പ്രായമുള്ള പ്രയാസമുള്ള രോഗമുള്ളവരെ, അത് ഇങ്ങനെയുള്ള മേഖലയിൽ ഏതായാലും ഈ രോഗം നമ്മളോട് വിട വാങ്ങിയിട്ടില്ല. എപ്പോഴാണ് വിട വാങ്ങുന്നതെന്ന് അറിയുകയുമില്ല. അതിനോട് നാം അതേ രൂപത്തിൽ തന്നെ നമ്മുടെ മസാലഹകളും നമ്മുടെ ബിസിനസ്സുകളും നമ്മുടെ വ്യാപാരങ്ങളും നമ്മുടെ യാത്രകളും നമ്മുടെ നമസ്കാരങ്ങളും എല്ലാം അതിൽ കൂടി തന്നെ നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ, അറബി ഭാഷയിൽ പറയാറുള്ളത് പോലെ തബാഉദ്, വിട്ടു നിന്നുകൊണ്ട്, ദൂരം നിന്നുകൊണ്ട്, മാസ്ക് ധരിച്ചുകൊണ്ട് ഏതെല്ലാം രൂപത്തിൽ സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുന്നുവോ ആ രൂപത്തിൽ സൂക്ഷ്മത പാലിക്കാൻ തീരുമാനിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച് നാം വീഴ്ച വരുത്താൻ പാടില്ല. അതിൽപ്പെട്ടതാണ് കുട്ടികളുടെ കാര്യം, അതിൽപ്പെട്ടതാണ് വയസ്സും പ്രായമുള്ളവരുടെ കാര്യം, അതിൽപ്പെട്ടത് തന്നെയാണ് നമ്മുടെ സ്വന്തം നഫ്സിനെയും നാം സൂക്ഷ്മത പാലിക്കാത്ത രൂപത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് പ്രയാസത്തിൽപ്പെട്ട് അതിലൂടെ ഇപ്പോൾ ആൾക്കാർ എത്രയോ രോഗങ്ങൾ വ്യാപകമായതും വർദ്ധിച്ചതും സൗദർബയിലുള്ള പല പല പട്ടണത്തിലും ഉള്ളതിലേക്ക് സംഭവിച്ചതിലേക്ക് സൂചന നൽകിയതായിരുന്നു മക്ക ഇമാമ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്തതായ സന്ദർഭത്തിൽ. അതുപോലെ തന്നെ മക്ക ഇമാമ ഇന്ന് ചർച്ച ചെയ്തതായ ഭാഗങ്ങളിൽപ്പെട്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ കഴിഞ്ഞ ക്ലാസ്സിൽ നാം കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടതായ നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തതായ വിശാലമായ 2 നിഅമത്താണ്. ആ നിഅമത്തിനെ നാം സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കുന്നതിൽ എത്രയോ പേര് വളരെ പ്രയാസത്തിലും വളരെ പരാജയത്തിലുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചല്ലോ. ആ 2 നിഅമത്തിനെ കുറിച്ച് ഇന്നും മക്ക ഇമാമ് ഉണർത്തുകയുണ്ടായി. ആ നിഅമത്ത് എന്തൊക്കെയാണ്? അസ്സിഹത്തു, അതിൽ പ്രധാനപ്പെട്ടത് ആരോഗ്യമാണ്. അപ്പോൾ ആരോഗ്യത്തിനെ സംരക്ഷിക്കുക എന്നതിൽ പരാജയത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ വാക്ക് ഇവിടെ സ്മരണീയമാണ്. നമ്മോട് റസൂലുള്ളാഹി പറയുന്നു, മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ബദനിഹി. ഒരു മനുഷ്യൻ രാവിലെയാകുമ്പോൾ അവന്റെ വീട്ടിൽ അവന് സുരക്ഷിതത്വത്തോടു കൂടി താമസിക്കാൻ പറ്റുന്ന ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ, മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ബദനിഹി എന്ന് മാത്രമല്ല, അവന് നല്ല ആരോഗ്യമുള്ള ശരീരം അവനുണ്ടായി കഴിഞ്ഞാൽ, ആരോഗ്യമുള്ള ശരീരത്തെ ഉണ്ടാക്കിയെടുക്കൽ ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ്, ചുമതലയാണ്. അതുകൊണ്ടാണ് ആരോഗ്യത്തിന് ഹാനികരമാകുന്നതായ കള്ളുകൂടി പോലോത്തതായ, അകല് നഷ്ടപ്പെടുന്നത് പോലോത്തതായ, നമ്മുടെ പള്ളക്കും നമ്മുടെ ശരീരത്തിനും ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത് പോലോത്തതായ പല പല നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ. ആ അനുഗ്രഹങ്ങളാകുന്ന ആ നിയമങ്ങൾ നാം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ സിഹത്തിനെ നാം സംരക്ഷിക്കണം എന്നത് റസൂലുള്ളാഹി കൽപ്പിച്ച കൽപ്പനയിലും ഇസ്ലാം കൽപ്പിക്കുന്ന കൽപ്പനയിലും പെട്ടതാണ്. അതാണ് ഞാൻ ഓതി വെച്ചതായ ഇന്ന് മക്ക ഇമാം ഓതിയതായ ഈ ഹദീസും കുറിക്കുന്നത്. മൻ അസ്ബഹ ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ബദനിഹി വമഅഹു ഖൂതു യൗമിഹി. അവന്റെ കൂടെ ആ ദിവസത്തിൽ ഭക്ഷിക്കാനുള്ള ഭക്ഷണവുമുണ്ട്, അവന്റെ കൂടെ ആഫിയത്തുമുണ്ട്, അവന് സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്ന ചുറ്റുപാടും അന്തരീക്ഷവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുനിയാവ് ആ സകലം അവനിലേക്ക് തളിക്കപ്പെട്ടതുപോലെ, അഥവാ ദുനിയാവിനെ മുഴുവനും ഭരിക്കുന്ന ഒരു രാജാവിനെ പോലെയാണ് അവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പോലെയാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. അഥവാ ഈ 3 കാര്യം ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് സുരക്ഷിതത്വത്തോടു കൂടി പ്രയാസമില്ലാതെ ജീവിക്കാൻ സാധിക്കും. അതിൽ പെട്ടതാണ് നമ്മുടെ വിഷയമാകുന്ന ആരോഗ്യം എന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിന് വേണ്ടി എപ്പോഴും ചോദിക്കണം, ചോദിച്ചുകൊണ്ടേ ഇരിക്കണം. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. സല്ലല്ലാഹുൽ ആഫിയ, അല്ലാഹുവിനോട് നിങ്ങൾ ആഫിയത്തിന് ചോദിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ച ഭാഗവും ഇവിടെ സ്മരണീയമാണ് എന്ന് മക്ക ഇമാമ് സൂചിപ്പിച്ച ഭാഗത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഇതൊക്കെ പറയുന്നതോടൊപ്പം ഈ സന്ദർഭത്തിൽ, ഈ ചുറ്റുപാടിൽ നാം ഇപ്പോൾ എന്ത് തീരുമാനിച്ചു? അള്ളാഹുവിന്റെ വിധി എപ്പോൾ
എപ്പോൾ അവസാനിക്കുന്നു? ആ വിധി വരും പോലെ വരട്ടെ. നാം നമ്മുടെ കാര്യങ്ങളൊക്കെ കൈയാളിക്കൊണ്ടേ ഇരിക്കാം. നമുക്ക് പട്ടണത്തിലേക്ക് ഇറങ്ങാം, നമുക്ക് യാത്ര ചെയ്യാം, നമുക്ക് ഏത് രൂപത്തിലെല്ലാം ജീവിക്കാനുള്ള പരിമിതി അനുസരിച്ചിട്ട് ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ആരോഗ്യ വകുപ്പും അതുപോലെ ലോകത്തിലുള്ളതായ ഓരോ ഗവൺമെന്റുകളും ഓരോ ഭരണകൂടങ്ങളും നമ്മളോട് കൽപ്പിക്കുന്ന, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി കൽപ്പിക്കുന്ന ആ നിയമങ്ങളെ നാം നടപ്പാക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇതോടൊപ്പം സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ട്. നമ്മുടെ ഈമാന് വിട്ട് കളിയില്ല, നമ്മുടെ തവക്കുൽ വിട്ട് കളിയില്ല. നാം വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനേക്കാളും സൂക്ഷ്മത പാലിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെയാണ്, നമ്മുടെ ആദർശത്തെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൂടുതൽ പ്രാധാന്യം നൽകിയതായ ഒന്നാണ് വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ എന്ന ആയത്തിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാം ഇന്ന് ചർച്ച ചെയ്തപ്പോൾ വിശദീകരിച്ചതായ ഭാഗങ്ങളിൽ പെട്ടത്. അതെന്താണ്? വനഫ്സിൻ വമാ സവ്വാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവചനം ചെയ്യുന്നു. വനഫ്സിൻ, മനുഷ്യ മനസ്സിനെ തന്നെയാണ്, അല്ലെങ്കിൽ ശരീരത്തെ തന്നെയാണ്, അതിനെ സംവിധാനിച്ചതായ രീതിയെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവചനം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിന് ഫുജൂർ, അതിന് വിട്ട് കടന്നു പോകുന്ന, തെറ്റ് ചെയ്തു പോകുന്ന എന്താണ്, അതുപോലെ അതിനെ സംരക്ഷിക്കാനുള്ള രൂപങ്ങൾ എന്താണ്, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ബോധനം നൽകി, ആ മനുഷ്യന് അറിയിച്ചു കൊടുത്ത്, ഇതെല്ലാം അല്ലാഹുവിന്റെ ആ വിശാലമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ നഫ്സിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി, ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നാം തീരുമാനിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്ന വേളയിൽ നമ്മുടെ മുമ്പുള്ള രൂപത്തിൽ 4 മാസം മുമ്പ് നമുക്ക് ഇങ്ങനെയുള്ള കൊറോണ യുഗം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് നാം ജീവിച്ച രൂപത്തിലേക്ക് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, മടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്താണ്? ആദ്യമായിട്ട് മക്ക ഇമാം ഉണർത്തിയത് നമ്മുടെ ആദർശം ക്ലിയർ ആയിരിക്കണം, നമ്മുടെ അള്ളാഹുള്ള വിശ്വാസത്തിന് കെട്ടുറപ്പുണ്ടായിരിക്കണം. നമുക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല, അള്ളാഹുവിന്റെ വിധിയിൽ നമുക്ക് പ്രീതി ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് നമുക്ക് നൽകുന്നുണ്ടോ, ഏത് രൂപത്തിൽ നമ്മളോട് പെരുമാറുന്നുണ്ടോ, അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്, നമ്മുടെ ഖൈറിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വെപ്രാളം ഉണ്ടാവാൻ പാടുള്ളതല്ല, അതിൽ പ്രയാസം ഉണ്ടാവാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കും പോലെ വരട്ടെ എന്ന് തീരുമാനിക്കണം. നഫ്സിനുള്ളതായ ഹുർമത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതായ ഭാഗങ്ങളെ ഉണർത്തുന്ന കൂട്ടത്തിൽ ഇസ്ലാമിന്റെ ആ മൻഹജ്, ആ ഇസ്ലാമിന്റെ ജീവിത രീതി, നമുക്ക് പഠിപ്പിച്ച ശരീഅത്ത്, അതെല്ലാം നമുക്ക് പഠിപ്പിച്ച രീതി നാം പരിശോധിച്ച് നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചതും അൽ വിഖായത്തു ഖൈറും മിനൽ ഇലാജി എന്നാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം. അതും ഇന്ന് മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അൽ വിഖായ എന്ന് പറഞ്ഞാൽ രോഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടി അതിനുള്ള പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കി വെക്കൽ. അതാണ് രോഗം വന്ന ശേഷം അതിനുവേണ്ടി മരുന്ന് അന്വേഷിച്ച് ചികിത്സ ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായ രീതി. അതാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നാം കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിക്കുമ്പോൾ രോഗത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി, ഇടകലരാതിരിക്കാൻ വേണ്ടി, അടുത്ത് പെരുമാറാതിരിക്കാൻ വേണ്ടി, വിട്ടു നിൽക്കാൻ വേണ്ടി നമസ്കാര വേളയിലും പട്ടണത്തിലും റോഡിലും എല്ലായിടങ്ങളിലും മാസ്ക് ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ മാസ്ക് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ വിട്ടു നിന്നുകൊണ്ടും ശ്രദ്ധിക്കുന്നതായ സന്ദർഭത്തിൽ ഇതൊക്കെ ഒരു അസ്ബാബ് മാത്രമാണ്, അഥവാ കാരണം മാത്രമാണ്. അള്ളാഹുവിന്റെ കയ്യിലാണ് ഇതിന്റെ എല്ലാം കടിഞ്ഞാണുള്ളത്, അള്ളാഹുവിന്റെ കയ്യിലാണ് ഇതിന്റെ എല്ലാം കൺട്രോൾ ഉള്ളത് എന്നതുകൊണ്ട് അവൻ വിധിച്ച വിധി, അവന്റെ ഖദർ, അവന്റെ ഖളാ അനുസരിച്ച് ഇവിടെ എന്തു സംഭവിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തോടു കൂടിയായിരിക്കണം നാം അസ്ബാബുകളെ ചെയ്യേണ്ടതും, അസ്ബാബുകൾ അഥവാ കാരണങ്ങളെ കണ്ടെത്തേണ്ടതും ആ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും എന്നർത്ഥം. അങ്ങനെ മുമ്പ് അഥവാ ആദ്യമായിട്ട് നാം വിഖായ ഖൈറും മിനൽ ഇലാജി എന്ന്, അഥവാ നാം ചികിത്സിക്കുന്നതിനേക്കാളും ഉത്തമം സൂക്ഷ്മത പാലിക്കലാണ് എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, രണ്ടാമതായിട്ട് അഥവാ നമുക്ക് രോഗത്തിൽ പെട്ടുപോകേണ്ടതായ ചുറ്റുപാടുണ്ടായി കഴിഞ്ഞാൽ, അഥവാ രോഗി ആയി കഴിഞ്ഞാൽ, ഇപ്പോഴുള്ള രോഗത്തെ കുറിച്ചാണ് ചർച്ച. ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത്? ആ പിടിപെട്ടു എന്ന് ഉറപ്പുള്ള ആളാവട്ടെ അല്ലെങ്കിൽ സംശയമുള്ള ആളാവട്ടെ, നിയമപരമായിട്ട് 14 ദിവസമോ എത്ര ദിവസമാണ് നിയമം പാലിക്കാൻ വേണ്ടി വിട്ടു നിൽക്കാൻ, തനിച്ച് നിൽക്കാൻ, ആളുമായി ഇടകലരാതെ നിൽക്കാൻ കൽപ്പിക്കുന്നത് നിയമങ്ങൾ. ആ നിയമം അനുസരിച്ചിട്ടായിരിക്കണം നാം മുന്നോട്ട് കുതിക്കേണ്ടത്. അവിടെയൊന്നും മർക്കടമുഷ്ടിയോ അവിടെയൊന്നും ചർച്ചയ്ക്ക് വിധേയമല്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ജിദാലി ചെയ്ത്
ചെയ്തുകൊണ്ട് തർക്കിച്ചുകൊണ്ട് ടൈം വേസ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്യുന്ന രീതി നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. നാം യഥാർത്ഥത്തിൽ നമ്മെ അള്ളാഹു നിർത്തിയ ആ ആദർശത്തിൽ, ആ വിശ്വാസത്തിൽ, ആ തവക്കുലിലുള്ള വിശ്വാസത്തിൽ, അള്ളാഹുവിന്റെ ഖദാഇലും ഖദറിലുള്ള വിശ്വാസത്തിൽ നാം ജീവിക്കാൻ വേണ്ടി പാടുവേണം. അത് മുസ്ലിമിന്റെ പ്രത്യേകതയാണ്, അത് സത്യവിശ്വാസിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇന്ന് മക്ക ഇമാമ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായുള്ളതായ ബന്ധം, അവന് ചെയ്യേണ്ടതായ ആരാധനകൾ ആ സകലം അവന് മാത്രം ചെയ്തുകൊണ്ട് അവന്റെ പ്രീതി കരഗതമാക്കുവാനും റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബാണെന്നതിൽ ഞാൻ പ്രീതിപ്പെട്ടു, അതുകൊണ്ട് തന്നെ അള്ളാഹു വിധിക്കുന്ന വിധി വരട്ടെ, അത് സംഭവിക്കട്ടെ. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് പല കാര്യങ്ങളും നല്ലതല്ലല്ലോ, വെടുക്കാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു പക്ഷെ ഉത്തമമായിരിക്കും. അള്ളാഹു തീരുമാനിച്ചത് അത് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും, ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, പക്ഷെ അതിൽ നിങ്ങൾക്ക് നന്മയുണ്ടാവുകയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അത് വേണ്ടാതെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇതൊന്നും നിങ്ങൾക്ക് അറിയുകയില്ലല്ലോ. അള്ളാഹു പറയുന്നു വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അള്ളാഹുവിനാണ് ഇതിനെക്കുറിച്ച് വിവരമുള്ളത്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു സത്യവിശ്വാസി കഴിയാളുമ്പോൾ, അഥവാ ഈ സന്ദർഭത്തിൽ ജനങ്ങൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഗവൺമെന്റ് പറഞ്ഞു, ഭരണകൂടം പറഞ്ഞു, അല്ലെങ്കിൽ രാജാവ് പറഞ്ഞു, നേതാക്കൾ പറഞ്ഞു, നമുക്ക് ഇവിടെ നമ്മുടെ മസാലകൾ സ്റ്റോപ്പ് ആവാൻ പാടുള്ളതല്ല. നാം ഇതിനെ കൊറോണ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ വിട്ട് കടക്കുന്നുണ്ടല്ലോ, അത് നമ്മളോട് ഇവിടെ വാങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ചടഞ്ഞിരിക്കാം വീട്ടിൽ എന്ന് തീരുമാനിക്കുന്നതിന് പകരം നാം ഇപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള രോഗത്തോട് നാം പെരുമാറേണ്ടത് എന്ന് ട്രെയിനിങ് നേടിക്കഴിഞ്ഞു. എല്ലാവരും ട്രെയിനിങ് നേടിക്കഴിഞ്ഞു. ആ ട്രെയിനിങ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? കഴിവിന്റെ പരമാവധി ഈ രോഗം ഉള്ളവര് രോഗം പകരാതിരിക്കാൻ, രോഗമുണ്ടെന്ന് സംശയമുള്ളവര് രോഗം പകരാതിരിക്കാൻ, മറ്റുള്ളവരുമായി കലരാതിരിക്കാൻ, വിട്ടു നിൽക്കാൻ എത്ര കണ്ട് സാധിക്കുന്നു അത്ര കണ്ട് പരിശ്രമിക്കുക. പിന്നെ അഹമ്മിയത്തു തൗഹീദ്, അതാണ് ഇന്ന് മക്ക ഇമാമ് സൂചിപ്പിച്ചതായ പ്രധാനപ്പെട്ട പോയിന്റ്. അതെന്താണ്? ഏകദൈവ വിശ്വാസം, അള്ളാഹുലുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം. ഇത്തരം കാര്യങ്ങൾ വരുന്നതായ സന്ദർഭത്തിൽ നൂലാമാലകൾ പേറി നടക്കലല്ല, അഥവാ അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകലോ, ഖബറാളികളിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകലോ, അള്ളാഹുവിനെ വില വെക്കാതിരിക്കലോ, അള്ളാഹുവിന്റെ കഴിവ് കൽപ്പിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യലോ, അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹ് എന്ന് അള്ളാഹു പറഞ്ഞതായ അള്ളാഹ് പോരെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ, അള്ളാഹ് പോരെ നിങ്ങളുടെ രോഗം മാറ്റാൻ, അള്ളാഹ് പോരെ നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കാൻ എന്നുള്ള ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നമുക്ക് ഇവിടെ വളരെ സ്മരണീയമാണ്. ഈ സന്ദർഭത്തിൽ വളരെ നിർബന്ധമായി നാം പഠിക്കേണ്ടതായ ശൈലിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മതി, അള്ളാഹു വിധിക്കും പോലെ വരട്ടെ. അള്ളാഹു വിധിച്ചപ്പോൾ നമുക്ക് രോഗം ബാധിച്ചു, രോഗം ബാധിച്ചവർക്ക് അള്ളാഹു വിധിച്ചപ്പോൾ മരണപ്പെട്ടവർ ആ രോഗത്തിലൂടെ മരിച്ചു. ഇനി ആ രോഗത്തിലൂടെ െങ്കിലും ഏത് മനുഷ്യന്റെ വയസ്സ് എപ്പോൾ അവസാനിക്കുന്നു അപ്പോൾ മരിക്കേണ്ടി വരും. അതുകൊണ്ട് അതിൽ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെയെല്ലാം പ്രശ്നം അള്ളാഹുവിനുള്ള കെട്ടുറപ്പുള്ള വിശ്വാസവും. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ അള്ളാഹുവിനോട് ചോദിക്കുകയും, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഉണർത്തിയത് നിങ്ങൾ മറന്നു കാണുകയില്ല നമ്മുടെ ശ്രോതാക്കൾ, അതെന്താണ്? നാം ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന വിഭാഗം ചോദിക്കുമ്പോൾ അവന്റെ ആദർശത്തെ സംരക്ഷിച്ചുകൊണ്ട്, അവന്റെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട്, അവന്റെ ആരാധന അള്ളാഹ്ക്ക് മാത്രം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹിന്റെ പ്രീതി കരഗതമാക്കാൻ അവന് സാധിക്കുന്നു. അതേ സമയത്ത് അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പോകുന്ന വിഭാഗം, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവൻ റഹ്മാനാണ് എന്നത് കാരണത്താൽ അവനിവിടെ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്തവർക്കും മറ്റുള്ളതായ സൃഷ്ടികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കും എല്ലാവർക്കും ദുനിയാവിൽ കരുണ ചെയ്യുന്നവൻ അവൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരാൾ അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹ് അവനെ അനുഗ്രഹിക്കുമ്പോൾ, അവൻ അള്ളാഹ് കരുണ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം അവൻ ചെയ്തതായ ധിക്കാര മനസ്ഥിതി അള്ളാഹ് ഇഷ്ടപ്പെട്ടു എന്നതല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ഇവിടെ വലിയിനോ നബിക്കോ മലക്കിനോ ജിന്നിനോ ബിംബങ്ങൾക്കോ വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ ഖബറാളികൾക്കോ ഒരു ശക്തിക്കും ഇവിടെ ആരെയും സഹായിക്കാനോ പ്രയാസങ്ങൾ ദൂരപ്പെടുത്താനോ ആരെയും ദ്രോഹിക്കാനോ സാധിക്കുന്നതല്ല എന്നാണ് ഖുർആൻ തീർത്ത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആലാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക എന്ന ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാനാണ് നിങ്ങൾക്ക് മറുപടി നൽകുക എന്ന അള്ളാഹുവിന്റെ ആ കൽപ്പന നാം ഫിറ്റാക്കിയും കൊണ്ട് ഇങ്ങനെയുള്ളതായ പ്രയാസം വരുന്ന സന്ദർഭത്തിൽ, ഈ പ്രയാസത്തിൽ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഏതായാലും കൽപ്പന വന്നു, ഗവൺമെന്റിന്റെ കൽപ്പന വന്നു, നിങ്ങൾ കടയിലേക്ക് പോയിക്കോളി, നിങ്ങൾ പട്ടണത്തിലേക്ക് പോയിക്കോളി, നിങ്ങളുടെ എല്ലാ ജോലികളും ചെയ്തോളി, നിങ്ങൾ പള്ളിയിലേക്കും പോയിക്കോളി, പക്ഷേ സൂക്ഷ്മത പാലിക്കണം എന്ന ഓർഡർ വന്നു. ഇവിടെയെല്ലാം നാം എന്ത് വേണം? രാവിലെ പുറപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിലേക്ക് ബരമേൽപ്പിച്ച് അള്ളാഹുവിന്റെ വിധി പോലെ വരട്ടെ എന്ന് തവക്കുലാക്കിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് കുഫീത, നിനക്ക് വരാൻ പോകുന്ന പ്രയാസത്തിൽ നിന്നിട്ട് ദൂരപ്പെടാൻ വേണ്ടി അള്ളാഹിന്റെ തീരുമാനം നിനക്ക് ലഭിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നിന്റെ പ്രയാസം നിനക്ക് ആ പ്രയാസം ഉണ്ടാവുകയില്ല എന്ന ആ വിളി, ആ കൽപ്പന അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് ലഭിക്കുന്ന വ്യക്തിയായി മാറാൻ ആ ദിക്റുകൾ ചെല്ലേണ്ട സമയത്ത്, ആ തസ്ബീഹകൾ ചെല്ലേണ്ട സമയത്ത്, ആ അദ്കാറുകൾ ചെല്ലേണ്ട സമയത്ത് ചൊല്ലി അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ച്, അതെല്ലാം കാരണത്തിൽപ്പെട്ടത് തന്നെയാണ്. ഏതുപോലെ മാസ്ക് ധരിക്കും പോലെയുള്ളതായ കാരണത്തിൽപ്പെട്ടതാണ് ദിക്റുകൾ ചെല്ലലും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വരമേൽപ്പിച്ച് അള്ളാഹുവിന്റെ വിധി പോലെ വരട്ടെ എന്ന് തീരുമാനിക്കലല്ലാതെ നിർവാഹമില്ല. അതോടൊപ്പം മക്ക ഇമാം പറഞ്ഞതുപോലെ നാം ഈ ആവശ്യമില്ലാത്ത ജിദാലുകളിൽ, തർക്കങ്ങളിൽ ഈ വിഷയത്തിൽ നാം പെട്ടുപോകുന്നതും, അത് കാരണത്താൽ ടൈം വേസ്റ്റ് ആക്കുന്നതും, അത് കാരണത്താൽ ചിലപ്പോൾ അതിൽ വിട്ട് സംസാരിച്ചു പോകുന്നതും ഇതൊക്കെ തെറ്റാണ്. ചിലപ്പോൾ ഗവൺമെന്റിന്റെ കൽപ്പന ധിക്കരിക്കുക മാത്രമല്ല, അള്ളാഹുവിന്റെ വിശാലമായ ആ ഖുദ്റത്തിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യലും, ആ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പന മുമ്പിൽ ചോദ്യം ചെയ്യലും പലരുടെ തൊള്ളയിൽ നിന്നിട്ട് പുറപ്പെട്ടു പോകാറുണ്ട്, വന്നു പോകാറുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ. അതുകൊണ്ട് അവിടെയെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ലോകം മുഴുവനും മുട്ടുകുത്തിയ സന്ദർഭമാണ്. ലോകം മുഴുവൻ, അതിലുള്ള വൻ ശക്തികൾ മുഴുവനും മുട്ടുകുത്തിയതായ സന്ദർഭമാണ് അള്ളാഹുവിന്റെ ഈ ചെറിയ വൈറസിന്റെ മുമ്പിൽ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സാധിക്കുക? അതോടൊപ്പം നാം ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള അപകടത്തിൽ നാം പെട്ടുപോകുമോ ഇല്ലേ? നമ്മുടെ അറിവിൽപ്പെട്ട, നമ്മുടെ പരിചയത്തിൽപ്പെട്ട എത്ര പേര് ഈ രോഗത്തിൽപ്പെട്ടവരുണ്ടായി, എത്ര പേര് ഈ രോഗത്തിൽപ്പെട്ട് മരിച്ചവരുണ്ടായി, എത്ര പേര് ഈ രോഗത്തിൽപ്പെട്ടിട്ട് സുഖപ്പെട്ടവരുണ്ടായി. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളാണ്. ഇതിൽ നിന്നിട്ട് നാം പാഠം പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറഞ്ഞാൽ അത് സമ്പത്തുണ്ടാവലോ സമ്പന്നനായി മാറലോ അതൊന്നുമല്ല, മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക, അതിലൂടെ നല്ല സുന്ദരമായ ആസ്വാദ്യകരമായ ജീവിതം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ. ഏറ്റവും നല്ല രീതി അത് അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെടുക. ഏറ്റവും നാം ശേഖരിക്കാൻ ഉത്തമമായ ആ സുഖ്ർ, ആ ചരക്ക് അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ പ്രീതികരമാക്കാൻ വേണ്ടി നാം പാടുപെടുക എന്നതാണ്. അതെ, നാം ഇവിടെ നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ നിയമാവലികളുണ്ട്, വിധിവിലക്കുകളുണ്ട്, അതുപോലെ തന്നെ ശരീഅത്തുണ്ട്, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ സിറാത്തുൽ മുസ്തഖീം ഉണ്ട്. ഇതിനൊക്കെ ഉടമകളാണ് മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ബാധ്യത ശരിക്കും നിർവഹിച്ചിട്ടില്ലെങ്കിൽ, നാം കുട്ടികളെ ശ്രദ്ധിച്ചില്ല, നമ്മുടെ വീട്ടുകാരെ ശ്രദ്ധിച്ചില്ല, നമ്മുടെ പരിസരത്തെ ശ്രദ്ധിച്ചില്ല, നമ്മുടെ കടയിലും പരിസരത്തിലും തിക്കും തിരക്കുമുള്ള സന്ദർഭത്തിൽ സൂക്ഷ്മത പാലിച്ചില്ല എന്ന് വെക്കുകയാണെങ്കിൽ അത് കരുതിക്കൂട്ടി നാം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഹലാക്കിലേക്ക് വലിച്ചെറിയരുത് എന്ന് അല്ലാഹു പറഞ്ഞതായ ആ കൽപ്പന ധിക്കരിച്ചവരായി മാറുന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നാം കേൾക്കുന്ന സന്ദർഭത്തിൽ മക്ക ഇമാം ഉണർത്തുകയുണ്ടായി, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ തഖ്വയും ബിർറും നന്മയും നിങ്ങൾ അങ്ങുമിങ്ങും കൈമാറേണ്ടതാണ്. അത് തഖ്വയിലൂടെ നന്മ അങ്ങുമിങ്ങും കൈമാറുക. അതെങ്ങനെയാണ്? നാം കാറിൽ കയറുമ്പോൾ തിങ്ങിക്കയറരുത്, അപ്പോഴോ വിട്ട് ഇരിക്കുക. എന്തുകൊണ്ട്? ഏതുവരെ ഇത് തുടർന്നു പോകുന്നു നമുക്കറിയുകയില്ല. അതേ സമയത്ത് ഇത് തുടരാതിരിക്കുവാൻ, ഇത് വ്യാപകമാവാതിരിക്കുവാൻ ഉള്ളതായ മാധ്യമങ്ങളിൽ പെട്ടതാണ് വിട്ടു നിൽക്കുക. അപ്പോൾ അങ്ങുമിങ്ങും സഹകരിക്കുക. ആ സഹകരിക്കുന്നതിൽപ്പെട്ടതാണ്. ചില ആൾക്കാരൊക്കെ പള്ളിയിൽ ചെന്നാൽ, ജനങ്ങൾ തിങ്ങി വസിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ അവൻ മാസ്ക് ധരിക്കുകയില്ല. അവന് അത് ഞാൻ വലിയ മുതവക്കിലാണ്, ഞാൻ അല്ലാഹുവിലേക്ക് വരമേൽപ്പിച്ചു, എനിക്കൊന്നും സംഭവിക്കുകയില്ല. അത് യഥാർത്ഥ
യഥാർത്ഥത്തിൽ വിഡ്ഢിത്തമാണ്. അങ്ങനെയല്ല ഇസ്ലാം കൽപ്പിച്ചത്. ഇസ്ലാം കൽപ്പിച്ചത് മാധ്യമങ്ങൾ ഉപയോഗിക്കുക, അസ്ബാബുകളും കാരണങ്ങളും ഉപയോഗിക്കുക, എന്നിട്ട് അള്ളാഹുലേക്ക് തവക്കുലാക്കുക എന്നതാണ്. ആഖിലിൽ ജമല വതവക്കൽ അലല്ലാഹ്, നീ നിന്റെ ഒട്ടകത്തെ കെട്ടുക, എന്നിട്ട് അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുക. കാരണം നീ കെട്ടിയിട്ടാലും നീ അള്ളാഹുലേക്ക് വരമേൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ പ്രശ്നം നീ അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുക എന്നത് എന്തിന്റെ ശേഷമായിരിക്കണം? കാരണം കൈക്കൊണ്ടതിന്റെ ശേഷമായിരിക്കണം. അവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതായ തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന ആയത്ത് ഇന്ന് മക്ക ഇമാം ഓതിയതിൽപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ കൈയാളാൻ വേണ്ടി വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അതിന് അനിവാര്യമായ രോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ ആ രോഗമുള്ളവരെ സ്വീകരിക്കുവാനും അതിനുവേണ്ടിയുള്ള ഒത്താശകൾ ചെയ്യുവാനും അതിനുവേണ്ടി പാടുപെടുന്നവരും ആണ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളതായ വിഭാഗങ്ങളെയെല്ലാം ഇന്ന് മക്ക ഇമാം ശുക്ർ ചെയ്യുകയും അവർക്ക് നന്ദി പ്രകടിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ നാമും ചെയ്യേണ്ടതാണ്. നാമും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ രാത്രി പകൽ ഉറക്കൊഴിഞ്ഞ് പ്രവർത്തിക്കുന്ന നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താവിനിമയങ്ങൾ വായിക്കുകയുണ്ടായി. നഴ്സന്മാരിലിട്ട് പലരും മരിച്ചവരായിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നഴ്സന്മാര് മരിച്ചത് എന്തിലൂടെയാണ്? ഇങ്ങനെയുള്ള കൊറോണ രോഗ പിടിപെട്ടതിലൂടെയാണ്. കൊറോണ രോഗം അവർക്ക് എന്തുകൊണ്ട് പിടിപെട്ടു? ആ കൊറോണ രോഗം പിടിപെട്ടവരെ അവർ ചികിത്സിച്ചു എന്നതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ശരീരത്തെ തന്നെ യഥാർത്ഥത്തിൽ വിലവെക്കാതെ ആ നിർബന്ധിത അവസ്ഥയിൽ അവരുമായി ഇടകലരണമെന്ന് അവർ തീരുമാനിച്ചത് കൊണ്ട്, അങ്ങനെ അവരുടെ പ്രവർത്തനം അങ്ങനെയായതുകൊണ്ട്, അവരുടെ ഡ്യൂട്ടി അതായതുകൊണ്ട് അവർക്കത് ചെയ്യേണ്ടി വന്നു, ബാധ്യത നിർവഹിക്കേണ്ടി വന്നു. പക്ഷേ അള്ളാഹുവിന്റെ ഖളാഉം അള്ളാഹുവിന്റെ കൽപ്പനയും അവർക്ക് രോഗം പിടിപെടണമെന്നതാണ്. അങ്ങനെ പിടിപെട്ടിട്ട് പലർക്കും മരണമുണ്ടാവുകയും ചെയ്തു. അങ്ങനെയുള്ളവരിലേക്കും ഇവിടുത്തെ വാർത്താവിനിമയ കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അവർക്ക് നന്ദിയും പ്രാർത്ഥനയുമെല്ലാം നേതൃത്വം പ്രകടിപ്പിക്കുന്നതായിട്ട് സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അതൊക്കെ ഇവിടെ സ്മരണീയമാണ്. എന്നാൽ ഇത്തരണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് ഇന്ന് മക്ക ഇമാമ് നമ്മെ സൂചിപ്പിച്ചതായ നാം സൂക്ഷ്മത പാലിക്കുക എന്നതും, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി കൽപ്പിച്ച 4 മാസങ്ങളിൽ പ്രധാനപ്പെട്ട ാണ് നാം ഇപ്പോൾ കടന്നു ചെന്നത്. അഥവാ പിന്നെ മുഹറം എന്നീ 3 മാസങ്ങൾ എന്താണ്? അള്ളാഹു ബഹുമാനിച്ച ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും ദാലിക അദ്ദീനുൽ ഖയ്യിം ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ 4 മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, 4 മാസത്തിൽ 3 മാസം തുടർച്ചയുള്ളതാണ്, മറ്റൊരു മാസം റജബാണ്, വിട്ടു നിൽക്കുന്നതാണ്. ഈ 4 മാസത്തിൽ 3 മാസം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ദിൽഖഅദ ആരംഭിച്ചു കഴിഞ്ഞു. വരാൻ പോകുന്ന 2 മാസവും ആ മാസങ്ങളിൽ പെട്ടതാണ്. ഈ മാസങ്ങളിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്തിലൂടെ? നമ്മുടെ ശരീരത്തെ അക്രമത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തലിലൂടെ. ഈ അക്രമത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തുമ്പോൾ അതിന്റെ പ്രധാന ഭാഗമാണ് എന്ത്? ഇപ്പോൾ ഇങ്ങനെയുള്ളതായ രോഗം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുന്ന സന്ദർഭത്തിൽ നാം ആർക്കും രോഗം ബാധിക്കാൻ കാരണമായി തീരരുത്, ആരെയും ദ്രോഹിക്കാൻ കാരണക്കാരായി തീരരുത്, ആരെയും മർദ്ദിക്കാൻ കാരണക്കാരായി തീരരുത്. ഏത് രൂപത്തിലും ഈ യുഗത്തിൽ ഒരു മുസ്ലിമിനോ ഒരു സുഹൃത്തിനോ ഒരു മനുഷ്യനോ ദ്രോഹിക്കാത്ത രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി നാം പാടുപെടണമെന്ന് മക്ക ഇമാമ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സമാപനത്തിൽ ഉണർത്തുകയുണ്ടായി. എന്നിട്ട് ഇങ്ങനെയുള്ള സേവനങ്ങൾ അഥവാ ഈ രോഗത്തിന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയും ഈ രോഗത്തിന് അറുതി വരുത്താൻ വേണ്ടിയും ഈ രോഗം പിടിപെട്ടവരെ ചികിത്സിക്കാൻ വേണ്ടിയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയും പ്രവർത്തിക്കുന്ന എല്ലാ വകുപ്പുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണമെന്ന് കൽപ്പിക്കുകയും മക്ക ഇമാമ മസ്ജിദുൽ ഹറാമിലുള്ള മിമ്പറിന്റെ വീതെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതാണ് നാം കണ്ടത്. അപ്പോൾ അത് ഇവിടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ നാമും അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നത് ഞാനും ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി സേവനം ചെയ്തതായ എല്ലാവർക്കും തക്കതായ പ്രതിഫലം ഈ ഇഹത്തിലും പരത്തിലും നൽകുമാറാകട്ടെ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സുഹൃത്തുക്കൾ നടിച്ചിൽ വിളിച്ചു പറഞ്ഞു, നാട്ടിൽ നിന്നിട്ടും വിളിച്ചു പറഞ്ഞവരുണ്ട്. ഈ രോഗത്തിൽപ്പെട്ട് മരണപ്പെട്ടവരെ കുറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അള്ളാഹുവെ, ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണ രക്ഷിതാവേ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള രോഗം പിടിച്ചുകൊണ്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണ രക്ഷിതാവേ, അവരുടെ ഖബറിനെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റണമേ രക്ഷിതാവേ. എന്നാൽ
മസ്ജിദ് നബവിയിലേക്ക് നമുക്ക് ചെല്ലാം. മസ്ജിദ് നബവിയിൽ നിന്ന് ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തിയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അദീമിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അറിയിച്ചതായ, കാണിച്ചു കൊടുത്തതായ കിനാവിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അതെന്താണ്? ഹുദൈബിയ സന്ധിയിലേക്ക് റസൂലുള്ളാഹി പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ലഖദ് സദഖല്ലാഹു റസൂലഹു റുയ ബിൽ ഹഖ് ലതദ്ഖുലന്നൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹു ആമിനീൻ മുഹല്ലിഖീന റൂസകും മുഖസ്സിരീൻ എന്ന ആ ആയത്ത് ഓതിയും കൊണ്ട് ഇന്ന് മദീന ഇമാം ചർച്ചക്കെടുത്ത വിഷയം ഹുദൈബിയ സന്ധിയായിരുന്നു. അത് നമുക്ക് ചരിത്രം പഠിച്ചവർക്ക് അറിയാവുന്ന ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ 6ാമത്തെ വർഷത്തിൽ ഈ നാം ഉൾക്കൊള്ളുന്ന മാസം പോലത്തതായ ഒരു മാസത്തിൽ എന്ത് ചെയ്തു? റസൂലുള്ളാഹിക്ക് കിനാവ് കണ്ട കിനാവിനെ മദീനയിൽ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞതായ ആ രൂപത്തിൽ മദീനയിൽ റസൂലുള്ളാഹിന്റെ സഹാബാക്കളോട് പറഞ്ഞു, നാം മസ്ജിദുൽ ഹറാമിലേക്ക് കടക്കുമെന്നും അവിടെ കടന്നു കഴിഞ്ഞാൽ മസ്ജിദുൽ ഹറാമിലേക്ക് താക്കോല് അതിന്റെ ഉടമയോട് വാങ്ങുമെന്നും എന്നിട്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുമെന്നും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിൽ പോയിട്ട് ഉംറ ചെയ്യുമെന്നും നമ്മൾ എന്നിട്ട് മുടി കളയുന്നവർ കളയുമെന്നും മുടി വടിക്കുന്നവർ വടിക്കുമെന്നും അതുപോലെ കട്ട് ചെയ്യുന്നവർ കട്ട് ചെയ്യുമെന്നും അങ്ങനെ ഉംറക്ക് പോയിട്ട് മടങ്ങി വരാനുള്ള ചാൻസ് ലഭിക്കുമെന്ന ആ സന്തോഷ വാർത്ത കിനാവിലൂടെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് വിവരം നൽകി. അതിന് ശേഷം സഹാബാക്കൾ എന്നിട്ട് 1400 അല്ലെങ്കിൽ 1500 പേര് റസൂലുള്ളാഹിനോട് കൂടി മദീനയിൽ നിന്നിട്ട് പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ പുറപ്പെട്ടതായ ആ പുറപ്പാടിൽ മഹാനായ റസൂലിന്റെ ഭാര്യ നമ്മുടെ ഉമ്മയായ ഉമ്മു സലമയും ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ, മക്കയിൽ എത്തുന്നതിന് മുമ്പായിട്ട് മക്കക്കാരിൽ നിന്നിട്ട് പലരും ഈ വാർത്ത അറിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോരാടാൻ വേണ്ടി ആയുധവുമായി പുറപ്പെട്ടവരുണ്ടായി. ആ സംഭവം സീഡിമാരിലൂടെ റസൂലുള്ളാഹിക്ക് വിവരം അറിഞ്ഞപ്പോൾ റസൂലും സഹാബത്തും പുറപ്പെട്ടത് ആയുധധാരികളായിട്ടല്ല, മറിച്ച് ഒരു യാത്രക്കാരൻ ചുമക്കാറുള്ള ആയുധം മാത്രമേ അവരുടെ കൂടെയുള്ളൂ എന്നല്ലാതെ പട്ടാളക്കാരുടെ ആയുധം അവരുടെ കൂടെയില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇപ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെയുള്ളവർക്കും റസൂലുള്ളാഹിക്കും യുദ്ധത്തിനുള്ള ഒരുക്കം അവരിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെയും സഹാബാക്കളെയും ആക്രമിക്കാൻ വേണ്ടി ഒരു വിഭാഗം തൻഈം ഭാഗത്തിൽ കൂടിയാണല്ലോ നാം വിട്ടുകടക്കാറുള്ളത് മദീനയിൽ നിന്നിട്ട് പോകുമ്പോൾ. അപ്പോൾ മദീനയിൽ നിന്നിട്ട് പോകുന്നവർ വിട്ടുകടക്കുന്ന ആ റൂട്ടിൽ കൂടി റസൂലുള്ളാഹിനെയും സഹാബാക്കളെയും ആക്രമിക്കാൻ വേണ്ടി പലരും വരുന്നുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ റൂട്ട് മാറ്റി. എന്നിട്ട് ജിദ്ദ വഴിയിൽ കൂടി നമുക്കറിയാവുന്ന മക്ക ജിദ്ദ റോഡ് ഉണ്ടല്ലോ, ഹുദൈബിയ സന്ധി നടന്നതായ റോഡ്, പഴയ റോഡ്, ആ റോഡുള്ളതായ ആ ഭാഗത്തിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുകിടക്കാൻ തീരുമാനിച്ചു, പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ഭാഗത്തിൽ കൂടി പോയതായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകം സനിയത്തുൽ മറാറി എന്ന സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ മുട്ടുകുത്തുകയുണ്ടായി. സനിയത്തുൽ മറാറി എന്ന സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ റസൂലുള്ളാഹിന്റെ ഒട്ടകം അൽ ഖസ്വാ എന്ന ഒട്ടകം മുട്ടുകുത്തി. എന്താണ് ഖസ്വാന് സംഭവിച്ചത്? രോഗം ബാധിച്ചോ, ക്ഷീണം ബാധിച്ചോ? അത് അതിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തു, ആ ഖസ്വാ എന്ന എന്റെ ഒട്ടകം മുട്ടുകുത്താൻ കാരണം, മുന്നോട്ട് കുതിക്കാതിരിക്കാൻ കാരണം ഹബസഹ ഹാബിസുൽ ഫീൽ. പണ്ട് ആനയും പട്ടാളവും കഅബത്തെ തകർത്താൻ വേണ്ടി അബ്രഹത്ത് രാജാവിന്റെ സൈന്യം വന്ന സന്ദർഭത്തിൽ ആ കഅബത്തിന്റെ ഭാഗത്തിലേക്ക് കുതിക്കാൻ വേണ്ടി കൂടെയുള്ളതായ ആനയോട് ആവശ്യപ്പെടുമ്പോൾ കഅബത്തിന്റെ ഭാഗത്തിലേക്ക് പോകാൻ വേണ്ടി തുനിയുന്നില്ല. അവിടേക്ക് എത്തുമ്പോൾ മുട്ടുകുത്തുന്നു, അവിടെ എത്തുമ്പോൾ ആന പോകാൻ തുനിയുന്നില്ല. അതേസമയത്ത് മറ്റു ഭാഗങ്ങളിലേക്ക് തെളിക്കുമ്പോൾ പോകാൻ തയ്യാറാണ് ആനകൾ എന്നതുപോലെ ആ ആനയെ എന്താണ് തടസ്സം ചെയ്തത്? ആനയെ പോകാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ശക്തി ഏതാണ്? ആ ശക്തിയാകുന്ന റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവാണ് നമ്മോടും മക്കത്തേക്ക് ഇപ്രാവശ്യം പോകണ്ട, ഇപ്പോൾ ഇവിടെ തന്നെ നിന്നോളീൻ, നിങ്ങൾ ഇപ്പോൾ കഅബത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഈ കൊല്ലം പറ്റൂല എന്ന തീരുമാനം എടുത്തത് എന്നതിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുട്ടുകുത്തലിനെ സൂചനയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുകയും ചെയ്തു. അതോടുകൂടി അവര് ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ പ്ലാനിങ് പരിപാടി മാറ്റി. അവരുടെ ചർച്ചകൾ വേറെ രൂപത്തിലായി മാറി. ഞങ്ങൾ മക്കയിലേക്ക് ഈ പ്രാവശ്യം ഉംറയ്ക്ക് വേണ്ടി മാത്രം വന്നവരാണ്, യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നതല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉംറ ചെയ്ത് പോകാനുള്ളതായ സൗകര്യം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂല് സഹാബാക്കളെ വിവരം അറിയിക്കാൻ വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെ മക്കയിലേക്ക് അയച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മക്കയിലേക്ക് ചെന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ
വിവരം കിട്ടി അത് കിംവദന്തിയായിരുന്നു, അത് കളവായിരുന്നു, കള്ളപ്രചരണമായിരുന്നു, എന്ത് ഉസ്മാനിനെ കൊല്ലപ്പെട്ടു എന്ന്. അങ്ങനെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലപ്പെട്ടു എന്ന വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചപ്പോൾ റസൂലുള്ളാഹിക്ക് അല്ലാഹ് അറിയിച്ചു കൊടുത്ത വഹിയിലൂടെ കിട്ടിയ വാർത്തയല്ലാതെ ഗൈബ് അറിയുകയില്ലല്ലോ. മറഞ്ഞ കാര്യം ലോകത്തൊരു മഖ്ലൂഖും അറിയുകയില്ല. ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, ഗൈബ് അല്ലാഹു മാത്രം അറിയുകയുള്ളൂ, അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശത്തിലോ ഭൂമിയിലോ ഗൈബ് അറിയുന്ന ആൾ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് അല്ലാഹ് തീർത്ത് പറഞ്ഞതാണ്. അത് വലിയനും അറിയില്ല, നബിയിനും അറിയില്ല, നബിമാർക്കും അറിയില്ല, ഒരു വ്യക്തിക്കും അറിയില്ല, ഒരു ശൈഖിനും അറിയില്ല, ഒരു ജിന്നിനും അറിയുന്നതല്ല, ആർക്കും അറിയുന്നതല്ല. പിന്നെ എന്താണ്? കള്ളപ്രചരണങ്ങൾ പ്രചരിപ്പിക്കലും അതിൽ നിന്നിട്ട് 100 കളവ് പറഞ്ഞാൽ ഒന്ന് ഒത്തുപോകലുമാണ് എന്നല്ലാതെ അവർ യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. കണക്കപ്പിള്ളമാരും അവരെ പോലത്തതായ ഇസ്മിന്റെ പണി ചെയ്യുന്ന വിഭാഗമാണെന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അവര് ഇത് ഗൈബ് അറിയുന്നത് കൊണ്ടല്ല, അവര് പല ഇടങ്ങളിലും അവരുടെ കുതന്ത്ര മന്ത്രതന്ത്രങ്ങൾ ജനങ്ങളുടെ അടുക്കൽ വിജയിക്കുന്നത്, മറിച്ച് അവരുടെ തന്ത്രങ്ങൾ അത് കുഹാനുകളുടെ സഹായത്തോടു കൂടി, കണക്കപ്പിള്ളന്മാരുടെ സഹായത്തോടു കൂടി, പിശാചുകളുടെ സഹായത്തോടു കൂടി അവര് പല പച്ചക്കള്ളം പറയുന്ന കൂട്ടത്തിൽ 100 കളവ് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വാക്കാണ്, 100 കളവ് പറഞ്ഞാൽ അതിൽ നിന്നിട്ട് ഒരെണ്ണം ശരിയായി വന്നേക്കാം. അങ്ങനെ സംഭവിക്കുക എന്നതല്ലാതെ യഥാർത്ഥത്തിൽ ഗൈബ് അറിയുകയില്ല അള്ളാഹുവിനല്ലാതെ എന്ന് അള്ളാഹു തീർത്തു പറഞ്ഞതാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല റിസാലത്തിന്റെ ആവശ്യാർത്ഥം, നുബുവത്തിന്റെ ആവശ്യാർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനും നബിമാർക്കുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് അറിയാത്ത ചില കാര്യങ്ങൾ അത്യാവശ്യ സമയത്ത് അറിയിച്ചു കൊടുക്കാറുണ്ട്. ആ സമയത്ത് അവർക്ക് അറിയും എന്നതല്ലാതെ മൊത്തത്തിൽ ഗൈബ് എന്നത് ആരും അറിയുകയില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാനിനെ അയച്ച ശേഷം ഉസ്മാനിനെ മക്കക്കാർ കൊന്നു എന്ന കിംവദന്തി വന്നപ്പോൾ കൊന്നിട്ടുണ്ട് എന്ന് തന്നെ അവർ മനസ്സിലാക്കിയത് കാരണത്താൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃക്ഷത്തിൽ ചാരിയിരിക്കുകയായിരുന്നു. ആ വൃക്ഷത്തിൽ ചാരി ഇരുന്നു കൊണ്ട് അവരുമായിട്ട് ബൈഅത്ത് ചെയ്തു. ആരുമായിട്ട്? 1400 1500 സഹാബക്കളുമായിട്ട്. എന്താണ് ബൈഅത്ത്? നാം ഉസ്മാനിന് പകരം ചോദിക്കാതെ മടങ്ങിപ്പോക്കില്ല, നമ്മുടെ കൂടെ ആയുധമില്ലെങ്കിലും വിരോധമില്ല, നാം പകരം ചോദിച്ചാലേ തീരൂ എന്ന് തീരുമാനിച്ചു. ആരാണ് ബൈഅത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ മാടി വിളിച്ചു. അങ്ങനെ 1500 പേരും ബൈഅത്ത് ചെയ്തു. അതിൽ ഒരാള് കുറവുണ്ടായിരുന്നു. അതാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ അഫ്ഫാനു വേണ്ടി റസൂലുള്ളാഹിന്റെ വലത് കൈയിനെ മറ്റേ കൈയിലേക്ക് തട്ടിയും കൊണ്ട് ഇത് ഉസ്മാനു വേണ്ടിയുള്ള ബൈഅത്താണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് ചെയ്തതായ സംഭവത്തെ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറതി ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സക്കീനത അലൈഹിം വഅസാബഹും ഫതഹൻ ഖരീബ എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് ആ വിഷയത്തെ കുറിച്ചായിരുന്നു. അല്ലാഹു പ്രീതിപ്പെട്ടിരിക്കുകയാണ്. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. ഏത് മുഅ്മിനീങ്ങൾ? റസൂലുമായിട്ട് ബൈഅത്ത് ചെയ്തവരായ മുഅ്മിനീങ്ങൾ. അല്ലാഹുവിന്റെ അടുക്കൽ വളരെ സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് ബദരീങ്ങൾ, സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് സഹാബാക്കളുടെ കൂട്ടത്തിൽ ബൈഅത്ത് ചെയ്തവർ. അവരിൽ ആരും നരകത്തിൽ പോകുന്നവരല്ല, അവരെല്ലാം സ്വർഗ്ഗവാസികളാണ് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതായ അല്ലാഹു പ്രീതിപ്പെട്ട വിഭാഗത്തിൽ അവർക്ക് പെടാൻ സാധിച്ചു. എന്ത് കാരണത്താൽ? അള്ളാഹു വിധിച്ചതുപോലെ വരട്ടെ. ഇപ്പോൾ ഈ കൊല്ലത്തിൽ ഹജ്ജില്ല എന്നത്, ഹജ്ജിന് വേണ്ടി അപേക്ഷ കൊടുത്തു, പലർക്കും ഹജ്ജ് പാസ്സാകുന്നതിന് പകരം ഇക്കൊല്ലം ഹജ്ജേ ഇല്ല എന്നാണ് റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ആരും സത്യവിശ്വാസികൾ അതിൽ പ്രയാസപ്പെടേണ്ടതില്ല. എന്തേ? നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം 1500ഓളം പേര് ഉംറയ്ക്ക് വേണ്ടി കച്ചകെട്ടി പുറപ്പെട്ട് മക്കയിലേക്ക് അടുത്ത് മക്ക ഹറമിന്റെ അതിർത്തിയിലേക്ക് എത്തി, എന്നിട്ട് തടയപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഹജ്ജിന് വേണ്ടി സമയം വരുന്നതിന് മുമ്പ് തന്നെ മുൻകൂട്ടി വിവരം കിട്ടി, നിങ്ങൾ ഇവിടെ വന്നാൽ അപകടത്തിൽപ്പെടും, നിങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ടി ഇക്കൊല്ലം വരണ്ട എന്ന തീരുമാനം വന്നതിൽ ആരും പ്രയാസപ്പെടേണ്ടതില്ല. അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതല്ലായിരിക്കും, നിങ്ങൾ വെറുക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും. ഏതാണ് ഖൈർ? അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഈ ആയത്ത് മുമ്പിൽ വെച്ച് ചിന്തിച്ചാൽ മതി. ഇക്കൊല്ലം ഹജ്ജിന് വന്നാൽ അപകടമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹജ്ജിന് വരണ്ട എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് വളരെ ചുരുക്കം പേര് മാത്രം വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ കസ്റ്റഡിയിൽ സൗദി അറേബ്യയുടെ അകത്തുള്ളവർ മാത്രം 100ൽ 70% വിദേശികളും 30% സ്വദേശികളും അഥവാ സൗദികളും ആണ് ഇക്കൊല്ലം ഇവിടെ അല്പം പേര് ഹജ്ജിന് പോവുക. എന്തുകൊണ്ട്? ഹജ്ജ് സ്റ്റോപ്പ് ആവാതിരിക്കാൻ വേണ്ടിയാണ്
എന്തിനാണ് അത് ഗവൺമെന്റ് ആ ചുറ്റുപാട് ആ അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചത്? അതിന് അവരെ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് നാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് നാം. എന്തുകൊണ്ട്? ആ രൂപത്തിൽ പ്രശ്നങ്ങൾ കൈയാളുക എന്നത് അവരുടെ ബാധ്യതയിൽപ്പെട്ടതാണ്, മുസ്ലിം ലോകത്തെ അപകടത്തിൽപ്പെടുത്താതിരിക്കാൻ വേണ്ടി. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ വാർത്തകൾ. ഇന്നലെയുള്ള വാർത്തയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ 1000 മരിച്ച നാടാണ് എന്ത്? അമേരിക്ക. അതുപോലെ അമേരിക്കയോട് തൊട്ടു നിൽക്കുന്നതായ ബ്രസീൽ, അതുപോലെ പിന്നെ നാം കേട്ടു ഇന്നലെ ഇന്തോനേഷ്യയിൽ, അതുപോലെ ഇന്ത്യയിൽ. അവിടെയെല്ലാം വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ എന്ത്? കൊറോണ എന്ന രോഗം പിടിപെട്ടവരുടെ എണ്ണങ്ങൾ വർദ്ധിക്കുന്നതും മരണപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും. അങ്ങനെയുള്ള നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് വേണ്ടി വരാൻ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന, അല്ല മില്യനുകൾ, 30ഓളം ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്നതായ ആ ഹാജിമാരോട് ഇടകലർന്നുകൊണ്ട് രോഗം പിടിപെട്ടവർ വരാൻ തീരുമാനിച്ചാൽ എന്താണ് സംഭവിക്കുക? പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് യുക്തിയുക്തമായ രൂപത്തിൽ പണ്ഡിതന്മാരുടെ മശ്വറ ആരാഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഭരണകൂടം എടുത്ത തീരുമാനം വളരെ നല്ല ഹിക്മത്തോടു കൂടിയുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മദീന ഇമാമും ഇന്ന് ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ ആരും പ്രയാസപ്പെടരുത്, റസൂലുള്ളാഹിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ പോയവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വാഴ്ത്തി പുകഴ്ത്തിയിട്ട് ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, അല്ലാഹ് ആ മുഅ്മിനീങ്ങൾക്ക് പ്രീതിപ്പെട്ടു എന്ന് പറഞ്ഞു. ആ മുഅ്മിനീങ്ങൾ ഉംറയ്ക്ക് വേണ്ടി പോയിട്ട് ഉംറ ചെയ്യാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധി എന്ന സന്ധി മക്കക്കാരുമായി നടത്തി, അവരുമായിട്ട് സുൽഹ് ഉണ്ടാക്കി. എന്നിട്ട് അടുത്ത കൊല്ലം ഉംറയ്ക്ക് വേണ്ടി വരാം, ഇക്കൊല്ലം ഉംറ ചെയ്യാതെ മടങ്ങി പോകണം എന്ന തീരുമാനത്തിന് അവർ വഴങ്ങി കീഴടങ്ങി. എന്നിട്ട് പോകാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ കൊണ്ടുപോയതായ ആ വലിയേർക്കാൻ കൊണ്ടുപോയതായ ആ അറക്കാൻ വേണ്ടി കൊണ്ടുപോയ ആ വാഹനത്തെ അവർ അറുത്തു. എന്നിട്ട് മുടി കളഞ്ഞു, എന്നിട്ട് വസ്ത്രം മാറ്റി, എന്നിട്ട് ഇഹ്റാമിൽ നിന്നിട്ട് തഹല്ലുലായി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വഅതിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് ഫഇൻ ഉഹ്സിർതും, നിങ്ങളെ തടയപ്പെട്ടാൽ, നിങ്ങൾക്ക് ഹജ്ജോ ഉംറയോ പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നു പോയാൽ ഫമസ്തൈസറ മിനൽ ഹദി, ഹദിയിൽ നിന്നിട്ട് എളുപ്പമുള്ളതിനെ നിങ്ങൾ കൊടുക്കുക. അഥവാ ഒന്നിരിക്കലോ 7 കൂടി ഒരു ഒട്ടകം, അല്ലെങ്കിൽ 7 കൂടി ഒരു പശു, അല്ലെങ്കിൽ ഒരാൾ ഒരാട്, അതാണ് എളുപ്പമുള്ളതിനെ കൊടുക്കുക. ഫഇൻ ഉഹ്സിർതും ഫമസ്തൈസറ മിനൽ ഹദി വലാ തഹ്ലിഖു റൂസകും ഹത്താ യബ്ലുഗൽ ഹദി മഹില്ല. പറഞ്ഞു വരുന്നത് ഈ ഇഹ്സാർ അവിടെ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ സംഭവിച്ചതായ ഒരു സംഭവം മാത്രമാണ് ഇക്കൊല്ലം സംഭവിച്ചത് എന്നതാണ് മദീന ഇമാമും പറഞ്ഞത്. അപ്പോൾ അതിലൊന്നും നാം പ്രയാസപ്പെടേണ്ടതില്ല. മദീന ഇമാം പറഞ്ഞ പ്രസംഗം വളരെ നീണ്ടതാണ്. അതിൽ എന്റെ സ്ഥിരം ക്ലാസ് മെമ്പർമാരും എന്നിൽ നിന്നിട്ട് നേരിട്ട് എന്റെ ശബ്ദത്തിൽ കൂടി കേട്ട് പരിചയമുള്ളവർക്കും ഇസ്ലാമിക് ഹിസ്റ്ററി പറയുന്ന സന്ദർഭത്തിൽ വളരെ നീട്ടി വെച്ച് വലിച്ച് പരത്തി നിരത്തി പറഞ്ഞതായ ഒരു വിഷയമാണ് എന്ത്? ഹുദൈബിയ സന്ധി. ഇനിയും നിങ്ങൾക്ക് എന്റെ ശബ്ദത്തിൽ കൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നെറ്റിൽ കൂടി കേൾക്കാം, യൂട്യൂബിൽ കൂടി കേൾക്കാം. ഇത് നമ്മുടെ ടൈം അവസാനിച്ചു വരികയാണ്. അതുകൊണ്ട് ഞാൻ മദീന ഇമാമ് സംസാരിച്ച വിഷയത്തിന്റെ രത്നച്ചുരുക്കം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെയുള്ളതായ പ്രയാസത്തെ ഏത് രൂപത്തിലാണ് കൈയാളാൻ സാധിക്കുന്നത്, ഇസ്ലാം കൽപ്പിക്കുന്ന രൂപം എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കി പഠിച്ച് ഗ്രഹിച്ച് അത് അറിയാത്തവര് പണ്ഡിതന്മാരോട് അന്വേഷിച്ച് പണ്ഡിതന്മാരിൽ നിന്നിട്ട് പഠിച്ച് ആ രൂപത്തിൽ കൈയാളാൻ അള്ളാഹു നമുക്ക് മുസ്ലിം ലോകത്തിന് മനുഷ്യരാശിക്ക് ആ സകലം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ടും മുസ്ലിം ലോകത്തിൽ നിന്നിട്ടും മനുഷ്യരാശിയിൽ നിന്നിട്ടും ഈ വബാഇനെ, ഈ കൊറോണയെ, ഈ ബലാഇനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഉയർത്തട്ടെ 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 എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇതിൽ പെട്ടുപോയതായ രോഗം പിടിപെട്ടവർക്കും അതിന് മുമ്പായി അതിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവര് അഥവാ മുസ്ലിങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്വമാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ചു കൂട്ടട്ടെ. അതുപോലെ രോഗത്തിൽ പിടിപെട്ടവരുടെ രോഗത്തെ അല്ലാഹു പെട്ടെന്ന് സുഖപ്പെടുത്തട്ടെ. ഇനി ശേഷിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊന്നും ഈ അപകടത്തിൽ പെടാതെ, രോഗത്തിൽ പിടിപെടാതെ വിട്ടുനിന്ന് അകൽന്നു നിന്ന് സൂക്ഷ്മത പാലിച്ച് അള്ളാഹിന്റെ വിധി, അള്ളാഹിന്റെ കൽപ്പന ജീവിതത്തിൽ പകർത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ കൽപ്പന ജീവിതത്തിൽ പകർത്തി അൽ വിഖായ അഥവാ വിട്ടുനിൽക്കുക, സൂക്ഷ്മത പാലിക്കുക, അതാണ് ചികിത്സയേക്കാളും ഉത്തമം എന്ന തത്വമാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ തത്വം നടപ്പാക്കി മുന്നോട്ട് കുതിക്കാൻ നമുക്കും മുസ്ലിം ലോകത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد علماء وحكام بلاد الحرمين سوءا اللهم فأشغله في نفسي. اللهم اجعل تدبيره يا حي يا قيوم. اللهم حبب إلينا الإيمان
وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.